Hi friends, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് കറിയില്ലേ, അപ്പോൾ ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ നിങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പരിപ്പ് കറി ട്രൈ ചെയ്ത് നോക്കാം. എനിക്കൊന്ന് തെക്കൻ സൈഡിലോട്ടുള്ള ആളുകളൊക്കെ യൂഷ്വലി ഉണ്ടാക്കുന്ന പരിപ്പ് കറി. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ രണ്ട് ടൈപ്പ് പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇതാണെങ്കിൽ ചെറുപയർ അല്ലേ, ചെറുപയർ ഒന്ന് നമുക്കിത് വറുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് പൊടിയില്ല, ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് ഇത് ഞാനൊരു മുറമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുറത്തിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പീലം കളഞ്ഞിട്ട് ഒന്ന് കഴുകിയൊക്കെ എടുത്ത് കുക്ക് ചെയ്യണം. വേറെ ഒന്നും നമ്മൾ യൂഷ്വലി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടില്ല, സ്പ്ലിറ്റ് ചെയ്ത മൂങ്കാൽ ചെറുപയർ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ എൻ്റെയൊക്കെ ചെറുതിൽ എപ്പോഴും ഈ പയറുകൊണ്ട് അവരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ പക്ഷേ സ്പ്ലിറ്റ് ചെയ്ത പയർ കിട്ടുന്നുണ്ട്, എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത പയറാണ് യൂസ് ചെയ്യുന്നത് ഈ തെക്കൻ കേരളത്തിലൊക്കെ. ഓക്കെ, ഈ സദ്യക്ക് ഫസ്റ്റിൽ ഒഴിക്കുന്ന കറിയാണ് ഈ പരിപ്പ് കറി. നമ്മളൊക്കെ എപ്പോഴും സദ്യ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് കറി മെയിനായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ ഇതിൽ ഞാൻ രണ്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് വെച്ചും ഉണ്ടാക്കുന്നത് സെയിം വേയിലാട്ടോ, എല്ലാം സെയിം വേയിലെടുക്കണം. പക്ഷേ ഇത് രണ്ടും വറുത്തിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതാണെങ്കിൽ ഒന്ന് വറുത്തിട്ട് നമുക്ക് മിക്സിയിൽ ആ ചെറിയ ജാറിൽ അതിനകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുക, ഒന്ന് പൊടിച്ചാൽ മതി കേട്ടോ. ഒത്തിരി പൊടിയില്ല, പൗഡർ പോലെ ആവില്ല കേട്ടോ. സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ മുറവോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി. ഓക്കെ, അതിൽ വെച്ചിട്ടൊന്ന് ഒന്ന് അതിൽ പാറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം പീല് അങ്ങ് ഔട്ട് സൈഡിലോട്ട് പോകും. ഓക്കെ, അതിൽ കളഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം അങ്ങനെ രണ്ട് പയറും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വറുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് പിന്നെ വെള്ളം വെച്ച് തിളച്ച് അതിനകത്തോട്ടിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞത് ഒരു 1/4 ടീസ്പൂൺ ഓക്കെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമുള്ള തേങ്ങയൊക്കെ അരച്ചിട്ട് വരണം. ഓക്കെ, രണ്ട് ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ രണ്ടും സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. രണ്ട് ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ രണ്ട് എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഏത് ടൈപ്പ് പയറും പരിപ്പ് കറിയും സദ്യക്കൊക്കെ ഉണ്ടാക്കും. ഇതേപ്പം അരപ്പ് എന്നുവെച്ചാൽ തേങ്ങ അരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. രണ്ടിലും 3/4 കപ്പ് ഓക്കെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് 2 ഗാർലിക് എടുത്തുണ്ട്. ഇതേപോലെ 2 ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടിലും ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടിലും. ഓക്കെ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ടെർമറിക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം മൊത്തത്തിൽ നമ്മളൊരു 3/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ യൂസ് ചെയ്തതിന് അതിന് ഒരു 1/4 ടീസ്പൂൺ ഞാനിത് കുക്ക് ചെയ്യുമ്പോൾ ഇടും. പിന്നെ ബാക്കി 1/2 ടീസ്പൂൺ വെച്ച് രണ്ടും അരച്ച് ചേർക്കുമ്പോൾ ഇടാൻ. ഓക്കെ, പിന്നെ കറി ലീഫ്. ഓക്കെ, കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. കറി ലീഫ് ഇതിൻ്റെ കൂടെ അങ്ങ് ഗ്രൈൻഡ് ചെയ്തിടും. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ശരിക്കും ഈ പരിപ്പ് കറി ഉണ്ടാക്കി വരുമ്പോൾ. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പരിപ്പ് വറുത്ത് തുടങ്ങാം. ഓക്കെ, രണ്ടും ഞാൻ ഒരു കപ്പ് വെച്ചിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. പരിപ്പ് 1 കപ്പ് പയറാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ സ്പ്ലിറ്റ് ചെയ്ത് വരെ ഇതുവരെ ഒക്കെ ഓരോ കപ്പ് പയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആവശ്യത്തിന് സാൾട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ 2 പാത്രം വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത പയറില്ലേ അത് രണ്ടും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, വറുത്തെടുക്കാന്ന് വെച്ചാൽ ഒരു വറുത്ത മണം വരും കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ചെറിയൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല വറുത്തൊരു മണം വരണം. ഓക്കെ, പച്ച ടേസ്റ്റ് വരല്ല പരിപ്പ് ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇതായിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഇടയ്ക്ക് ചെറിയ കളറായിട്ടുണ്ട്. ഇത് മതി, ഇത്രയും മതി. ഇതിനകത്ത് നല്ല മണം വരുന്നുണ്ട്. ഞാനിത് ഓഫ് ചെയ്തു. ഓക്കെ, നല്ല വറുത്ത മണം വരുന്നുണ്ട്. ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇതിപ്പം നമുക്ക് ഇതിനകത്തോട്ടിട്ടൊന്ന്
എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇതാദ്യം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുത്തിങ്ങനെ ഫ്രൈറ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് വറുത്തിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റും. വറുത്തതിന് നല്ല വറുത്ത മണം വരുന്നതായിട്ട് വറുത്ത് നോക്കാം. ഇങ്ങനെ ഒരെണ്ണം എടുത്ത് നോക്കിയാലും മതി കേട്ടോ. ഓക്കെ, ഇത് ആയിട്ടുണ്ട് കേട്ടോ, വറുത്ത് വന്നിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് ഒന്ന് നോക്കുക. ഓക്കെ, കഴിഞ്ഞ് പോകാൻ നോക്കുക. ഓക്കെ, പയർ വറുത്ത മണം വരും. അല്ലെങ്കിൽ എനിക്കൊരു പയറെടുത്തൊന്ന് ഫ്രൈറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അതിൻ്റെ ഉള്ളൊക്കെ വറുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇത് ഓഫ് ചെയ്യാം. ഇത് വറുത്തത് നമുക്ക് കഴുകിയെടുക്കണം. ഇത് ഈ വറുത്ത് വെച്ച് നമുക്കൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് വേണം കഴുകാൻ. മിക്സിയുടെ ആ ചെറിയ ജാലിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഒത്തിരി അടിച്ച് പൗഡർ പോലെ ആക്കല്ലോ. ഓക്കെ, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു 1 2 3 പ്രാവശ്യം ഒന്ന് എന്താ പറയുക അടിച്ചാൽ മതി. ഓക്കെ, ഒത്തിരി പൗഡർ പോലെ ആവില്ല. ഇതുപോലെ അടിച്ചെടുക്കുക. പിന്നെ നമുക്കിതൊന്ന് ഈ മുറത്തിലിട്ടിട്ട് മിക്സിയിലിട്ട് അടിക്കുമ്പം എന്താ പറയുന്നത് പൊടിച്ചെടുക്കുമ്പം ചൂടുണ്ടാവട്ടെ, ചെറിയ ചൂടോടല്ലേ നമ്മളിത് ഇതിനകത്തിടുന്നത്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ എടുക്കുക. ഓക്കെ, നമുക്കിതൊന്ന് ഇതുപോലെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് ഈ പീൽ ചെയ്തില്ലേ, ഈ പീലൊക്കെ ഒന്ന് നമുക്ക് ഇതിനകത്ത് കളയണം കുറച്ചൊക്കെ. ഓക്കെ, കുറച്ചൊക്കെ ഇതിനകത്ത് കാണും. അപ്പോൾ ഈ മുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു മുറോ അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് എടുത്താലും മതി. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നാക്കുമ്പോൾ ഉണ്ട് ഇവിടെ ആ പീൽ ചെയ്തെല്ലാം വരുന്നുണ്ടോ, ഇങ്ങനെ വരും. ഓക്കെ, നമ്മൾ വറുത്തിട്ട് പൊടിച്ചെടുക്കുമ്പോൾ അങ്ങനെ വരും. അത് കുറച്ചങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ചെറിയ എന്താ പറഞ്ഞത് ഈ മുറം വെച്ചിങ്ങനെ പാറ്റുമ്പോൾ കുറേ അതിൻ്റെ പീലുണ്ട്, ആ ഗ്രീൻ പീല് വറുത്ത് പൊടിക്കുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അത് കളയുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കഴുകുമ്പോൾ കുറച്ച് മേളിൽ വരും. ഓക്കെ, മേളിൽ വന്നേക്ക് അതും നമുക്ക് കഴുകുമ്പോൾ കളയാം. അപ്പോൾ ഇതുപോലെ ഈ ചെറുപയർ എടുക്കുമെങ്കിൽ ഇതേപോലെ വറുത്ത് ഒന്ന് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പാത്രമോ അല്ലെങ്കിൽ മുറം വെച്ചിട്ട് ഇതുപോലെ പാറ്റിയെടുക്കുക. ഓക്കെ, നമ്മളിത് കഴുകി വെക്കുമ്പോൾ നമുക്ക് ഒരു 4 കപ്പ് വെള്ളം ഓക്കെ ഒഴിച്ച് ബോയിൽ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം 4 കപ്പ് വെള്ളം രണ്ടിലും ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് 4 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് തിളച്ച് വരട്ടെ. ഓക്കെ, അല്ലെങ്കിൽ കഴുകിയിട്ട് വരാം. ഓക്കെ, 2 പ്രാവശ്യം ഒന്ന് കഴുകുക. ഓക്കെ, കഴുകി വെച്ച് ആ സ്പ്ലിറ്റ് ചെയ്ത പയറില്ല അതിനകത്തോട്ട് ഇട്ടെടുക്കുക. ഓക്കെ, നമ്മൾ ആ സ്പ്ലിറ്റ് ചെയ്തെടുത്ത പയർ. ഓക്കെ, വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനത്തെ പീൽ ചെയ്ത് കണ്ട് പൊങ്ങി വരും. ഓക്കെ, അത് നമുക്കത് കളയാം. ചെയ്തുകൊണ്ട് വന്ന ആ പയറില്ലേ നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തെടുത്ത പയർ ഇട്ട് കൊടുക്കുക. ഓക്കെ, തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ കുറച്ച് ഉപ്പ്. ഓക്കെ, അത് ഇട്ടിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഓക്കെ, അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് വരട്ടെ. സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല പഴം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് തേങ്ങയൊക്കെ ഗ്രൈൻഡ് ചെയ്ത് വെക്കാം. തേങ്ങയും കൂടെ ഒക്കെ എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരയ്ക്കാൻ കൂടെ ഇങ്ങനെ അരച്ചെടുത്ത് ഇനി നമുക്ക് ബാക്കി തേങ്ങയും കൂടെ ഇട്ട് അരച്ചെടുക്കുക. അരപ്പ്
രണ്ട് ഇതേപോലെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സെയിം വേയിൽ തന്നെയാണ്. ഈ അരപ്പിനകത്തെ കറി ലീഫ് അരച്ച് ചേർത്തേക്ക് കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കി വരുമ്പോൾ. ഓക്കെ, നമുക്ക് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം. ഓക്കെ, ഫ്ലെയിം കുറച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ കൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് വെന്തത് ലോ ഫ്ലെയിമിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് അരപ്പ്, ഓക്കെ, നമ്മൾ അരച്ചുകൊണ്ടുവന്ന അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഈ അരപ്പ് ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കല്ലോ. ഓക്കെ, പിന്നെ അത് ബോയിൽ ചെയ്തെടുക്കല്ലോ. ഓക്കെ, അതിന് മിക്സ് ചെയ്യുക, അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ഈ ലോ ഫ്ലെയിമിൽ നമുക്ക് അവിടെ വെക്കാം. ഓക്കെ, ലോ ഫ്ലെയിമിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. തിളച്ച് ബോയിൽ ചെയ്ത് വരാതെ കുറച്ച് വെച്ചിരിക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കുക. ഞാൻ പറഞ്ഞ തിളക്കില്ല ഇത് കേട്ടോ. അരപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാതെ നോക്കുക. ഓക്കെ, അങ്ങനെയാണ് ഈ സദ്യക്കൊക്കെ നമ്മൾ പരിപ്പ് ഉണ്ടാക്കുമ്പോൾ ചെയ്യണം. ഓക്കെ, അത് ഇവിടെ നിന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടൊക്കെ. ഇതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് വരട്ടെ. തിളയ്ക്കാതെ നോക്കിയാൽ മതി. ലോ ഫ്ലെയിമിൽ വെക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിനൊക്കെ. പിന്നെ തോന്നി കുറച്ചുകൂടെ ആവശ്യത്തിന് ഉപ്പിടുക. ഓക്കെ, ആവശ്യത്തിന് ഉപ്പിടുക. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞ മറ്റേ ചെറുപയർ വറുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്ത വരണ്ട. ഇതിങ്ങനെ ആയിരിക്കും, ചെറിയ ഗ്രീൻ കളറിലിരിക്കും. ഓക്കെ, അതേസമയം ഇത് നമുക്ക് യെല്ലോ കളർ, ഇതാണ് ഒരു യെല്ലോ കളർ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പരിപ്പ് കറി. നന്നായിട്ടുണ്ട്, അടിപൊളി. അപ്പം ഈ രണ്ട് ടൈപ്പ് പരിപ്പ് കറി നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇതാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്ത പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. 4 മിനിറ്റ് ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചത് മതി കേട്ടോ. നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതും ഞാനിപ്പം ഓഫ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ. ഇപ്പം രണ്ട് പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇതിന് കുറച്ചുകൂടി ഒരു ഗ്രീൻ കളർ വരും, ഇത് അങ്ങനെയില്ല. ഇത് രണ്ടും സദ്യക്ക് നല്ലതാണ്. ഓക്കെ, ഇതൊന്ന് വറുത്തിട്ട് പിന്നെ കുറച്ചുകൂടി ജോലി ഉണ്ടെന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഇതുപോലത്തെ പരിപ്പ് കറി ഉണ്ടാക്കി നോക്കുക. ചിലപ്പോൾ കുറച്ചുകൂടി ഗുണം ഇതിനായിരിക്കും. ഓക്കെ, രണ്ട് പരിപ്പ് കറിയും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അരപ്പൊക്കെ സെയിം വേ തന്നെ അരച്ചിടുക. ഓക്കെ, ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച പരിപ്പില്ലേ, ഇത് സ്പ്ലിറ്റഡ് മൂങ്ദാൽ ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയതും, ഇത് നമ്മൾ ശരിക്കും സ്പ്ലിറ്റ് ചെയ്ത് ഒക്കെ എടുത്തിട്ടില്ലേ, ചെറുപയറിനെടുത്ത് സ്പ്ലിറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ ഉണ്ടാവും. ഇതാണെങ്കിൽ ഇച്ചിരി ഒരു ഗ്രീൻ കളറിലിരിക്കും, ഇതാണെങ്കിൽ യെല്ലോ കളറിൽ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്തേ കുറച്ച് റൈസൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചെടുത്ത് രണ്ടും ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷെ കാണിക്കാം. ടേസ്റ്റ് ഇത് ഇതാണ് വ്യത്യാസം അല്ലേ. അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അല്ലേ. സദ്യക്ക് കഴിക്കുന്ന സെയിം മീൽ പപ്പടമൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ടേസ്റ്റ്. നന്നായിട്ടുണ്ട് കേട്ടോ. പരിപ്പ് നല്ലതാണ്. ഇതും അടുത്തേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് പപ്പടമൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈം സദ്യ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ 2 പരിപ്പ് കറിയും. ഓക്കെ, ഈ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.